Welcome, dear students. We have already started our second chapter from trade to territory. In last class, we have seen the East India Company came to India for the purpose of trade. Here, we are going to discuss East India Company begins trade in Bengal. They are going to start trade in Bengal. First English factory. First English factory was set up on the banks of the river Hooghly in 1651. In the year of 1651, the first English factory they started on the banks of the river Hooghly. Company traders or factors operated this. Company traders or factors they operated. And the factory had warehouse where goods for export were stored and also had offices where company officials sat. The factory had also a warehouse for what purpose? Where goods for export were stored. And they also had offices also, office room where company officials sat. In the year of 1651. 1651 ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി ഇന്ത്യയിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബംഗാളിൽ ഹൂഗ്ലി നദിയുടെ തീരത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കമ്പനി ട്രേഡേഴ്സും ഫാക്ടേഴ്സും ഒക്കെ കൂടിയാണ് അവരാണ് ഇവ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഫാക്ടറിക്ക് അവരുടേതായിട്ടുള്ള ഒരു വെയർഹൗസ് മീൻസ് ഒരു സംഭരണശാല. എന്തിനാണ്? നാം പറഞ്ഞായിരുന്നു ഇവിടുത്തെ പ്രൊഡക്ട്സ്, ഇവിടുത്തെ ഗുഡ്സ് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്ത് അവിടെ കൊണ്ടുപോയി അവിടെ വിറ്റ് ആ പ്രൊഡക്ട്സ് അവിടെ വിറ്റ് അതിൽ നിന്നാണ് ഇവരുടെ ലാഭം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഗുഡ്സൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭരണശാല അവർ നിർമ്മിച്ചു. കൂടാതെ ഓഫീസ് റൂമുകളും അവർ നിർമ്മിച്ചു. കമ്പനിയിൽ ധാരാളം ഒഫീഷ്യൽസും മറ്റ് ജോലിക്കാരും ഒക്കെ ഉണ്ട്. ഔദ്യോഗികപരമായിട്ടുള്ള ധാരാളം ജോലിക്കാരും ഒഫീഷ്യൽ ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടവർ ധാരാളമുണ്ട്. അവർക്കൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഓഫീസ് റൂമുകളും കാര്യങ്ങളുമൊക്കെയും അവർ നിർമ്മിച്ചു. As trade expanded, the company persuaded merchants and traders to come and settle near the factory. As trade expanded, the company persuaded merchants and traders to come and settle near the factory. കമ്പനി ട്രേഡ് ആരംഭിച്ചു. വളരെ വേഗം തന്നെ ട്രേഡിൽ വളരെയധികം വളർച്ച വന്നു. അങ്ങനെ വന്നപ്പോൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളോടും മർച്ചൻസിനോടും ട്രേഡേഴ്സിനോടും ഒക്കെ ആവശ്യപ്പെട്ടു തുടങ്ങി, നിങ്ങൾ വന്ന് കമ്പനിയുടെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്ന് സെറ്റിൽ ആയിക്കൊള്ളാൻ. ഓക്കെ, ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്ന് ഇത്തരത്തിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും ട്രേഡ് ആക്ടിവിറ്റീസ് നടത്തുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇനി കമ്പനിയുടെ സമീപ പ്രദേശത്തേക്ക് വന്ന് സെറ്റിൽ ആയിക്കൊള്ളാൻ. By 1696, it began building a fort around the settlement. In the year of 1696, they began building a fort around the settlement. ഫാക്ടറിക്ക് ചുറ്റും അവിടുത്തെ തൊഴിലാളികളും അതുപോലെ മർച്ചൻസും ട്രേഡേഴ്സും ഒക്കെ വന്ന് സെറ്റിലായി. അപ്പോൾ ആ ഒരു പ്രദേശം മുഴുവൻ അവരൊരു ഫോർട്ട്, അതിനു ചുറ്റിനും ഒരു ഫോർട്ട് നിർമ്മിക്കാൻ കമ്പനി officials തുടങ്ങി. Okay, they began building a fort around the settlement. The Mughal Emperor Aurangzeb issued a firman granting the company the right to trade duty free. Mughal Emperor Aurangzeb ഒരു ഫർമാൻ ഇഷ്യൂ ചെയ്തു. ഫർമാൻ മീൻസ് ഇറ്റ്സ് എ റോയൽ എഡിക്റ്റ് ഓർ എ റോയൽ ഓർഡർ. രാജാവിൻ്റെ ഓർഡർ ഇട്ടു. എന്താണ്? ഗ്രാൻറ്റിംഗ് ദി കമ്പനി ദ റൈറ്റ് ടു ട്രേഡ് ഡ്യൂട്ടി ഫ്രീ ആയിട്ട്, നികുതികൾ അടയ്ക്കാതെ, അങ്ങനെ അത്തരത്തിലുള്ള നികുതികൾ അടയ്ക്കാതെ കണ്ട് കമ്പനിക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഔറംഗസേബ് നൽകുകയാണ്. ബട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കി. ഒഫീഷ്യൽസ് ഓഫ് ദി കമ്പനി ദേ വെർ എക്സ്പെക്റ്റഡ് ടു പേ ഡ്യൂട്ടി. കമ്പനി ഒഫീഷ്യൽസ് ഒക്കെ പലപ്പോഴും ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിട്ട് തന്നെ വന്നു. Because they were carrying on private trade on the side. But company officials refused to pay. Company officials എന്ത് ചെയ്തു? അവർക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്ന ഈ ഡ്യൂട്ടി അവർ അടയ്ക്കാതിരുന്നു. They refused to pay. It caused an
enormous loss of revenue for government. It caused an enormous loss of revenue for government. നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണ് ജനങ്ങളിൽ നിന്നും അതുപോലെ വരുമാനമുള്ളവരിൽ നിന്നുമൊക്കെ കളക്ട് ചെയ്യുന്ന നികുതിയാണ് ഗവൺമെൻറ്റിൻ്റെ വരുമാനം. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ബംഗാളിൽ നടത്തിക്കൊണ്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ ഗവൺമെൻറ്റിന് അവകാശപ്പെട്ട ഈ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ നികുതി അടയ്ക്കാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ വളരെയധികം നഷ്ടം വന്നു. ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ വളരെയധികം നഷ്ടം വന്നു. Then listen how trade led to battles. അപ്പോൾ ട്രേഡ് ചെയ്യാൻ വന്നവർ ഇവിടെ ചില ബാറ്റിൽസ് അല്ലെങ്കിൽ ചില പോരാട്ടങ്ങൾ, എന്താണ്, യുദ്ധങ്ങൾക്കൊക്കെ കാരണക്കാരാകാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. The early 18th century, the conflict between the company and the Nawabs of Bengal intensified. The early 18th century, the conflict between the company and the Nawabs of Bengal intensified. Nawabs of Bengal, ബംഗാളിലെ ഭരണാധികാരികളും കമ്പനിയും തമ്മിൽ ഉള്ള ഒരു ബന്ധം വളരെയധികം പ്രശ്നമായി. ഏർലി 18th സെഞ്ചുറിയിൽ അവരുടെ കോൺഫ്ലിക്റ്റ് വളരെയധികം കൂടി. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഔറംഗസേബ്, ദ ബംഗാൾ നവാബ്സ് അസേർട്ടഡ് ദെയർ പവർ. ഔറംഗസേബിന് ശേഷം വന്ന പുതിയ ഭരണാധികാരികളും അവരുടേതായിട്ടുള്ള അവരുടെ അധികാരവും അവരുടെ ശക്തിയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുർഷിദ് ഖലി ഖാൻ വാസ് ഫോളോഡ് ബൈ അൽവാർദി ഖാൻ ആൻഡ് ദി സിറാജ്ദുള്ള ആസ് ദി നവാബ് ഓഫ് ബംഗാൾ. ഈച്ച് ഓഫ് ദം വാസ് എ സ്ട്രോങ് റൂളർ. മുർഷിദ് ഖലി ഖാൻ ആൻഡ് അൽവാർദി ഖാൻ, സിറാജ്ദുള്ള, ഇവരെല്ലാം ആരാണ്? ഔറംഗസേബിന് ശേഷം വന്ന നവാബുമാരാണ് ബംഗാളിലെ. ഇവരെല്ലാവരും ശക്തരായിട്ടുള്ളവർ തന്നെയായിരുന്നു. They refused to grant the company concessions, demanded large tributes for the company's right to trade. അവരെന്ത് ചെയ്തു? They refused to grant the company concession. അവർ കമ്പനിക്ക് കൺസെഷൻ ആവശ്യമില്ലാതെ കൺസെഷനൊക്കെ കൊടുക്കുന്നത് അവർക്കും താല്പര്യമില്ലായിരുന്നു. അവരെന്ത് ചെയ്തു? They demanded large tributes for the company's right to trade. കമ്പനിക്ക് ഇതുപോലെ ലാർജ് ട്രിബ്യൂട്ട്സ് മീൻസ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ടാക്സ് എല്ലാം അടയ്ക്കണം, അല്ലെങ്കിൽ ആ ഡ്യൂട്ടി എല്ലാം അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയോട് ആവശ്യപ്പെട്ടു. The conflicts led to confrontations and finally culminated in the famous Battle of Plassey. അങ്ങനെ ബംഗാളിലെ നവാബുമാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് വളർന്ന് അവസാനം അതൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. That was the famous Battle of Plassey. That we will discuss in our next class. So we can wind up this session. Before that, just take a look. East India Company begins trade in Bengal. In the year of 1651, they started their factory. First factory that was on the banks of the river Hooghly. And the factory had warehouse and offices. And by the 1696, they began building a fort around the settlement. And Mughal Emperor Aurangzeb issued a firman granting the company the right to trade duty free, but officials they had to pay, but company they refused to pay. It caused an enormous loss of revenue for the government, and these issues ഒരുപാട് കോൺഫ്ലിക്ട്സിലേക്ക് നയിച്ചു. ലാസ്റ്റ് അത് ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. Battle of Plassey. Here it is one homework for you. Question: what attracted European trading companies to India? Answer also ഇവിടെ ഉണ്ട്. നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് എഴുതി സൂക്ഷിക്കുക. So, thank you.